ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം എല്ലാവരും ഓണത്തിൻ്റെ തയ്യാറെടുപ്പിലൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പം ഞാൻ എൻ്റെ ഓണം റെസിപ്പീസ് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ തുടക്കം ഒരു സ്വീറ്റ് ഡിഷ് തന്നെ ആവട്ടെ. എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല പിങ്ക് പാലടയും ട്രിവാൻഡ്രം സ്റ്റൈൽ ബോളി. ബോളി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. അത് ഞാൻ ഇവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 250 ഗ്രാം ഉണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു കുക്കറിലേക്കിട്ട് 2.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 2 വിസിലും അത്രയും മതി ഇത് വേവാനായിട്ട്. ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പാലടയ്ക്കുള്ള അട വേവിക്കാനായിട്ട് വയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ടയരിയുടെ ചെറിയ അടയാണ്. ഇത് ഉപയോഗിച്ച് പായസം ഉണ്ടാക്കിയാൽ നല്ല കളറ് കിട്ടും. അപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്ന അട ഒരു ചെറിയ കപ്പ് അടയാണ്. അതൊരു 75 ഗ്രാമോളം വരും. അപ്പോൾ ഇത് വേവിക്കാനായിട്ട് ഞാൻ 1 ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ അട അതിലേക്കിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായി തിളപ്പിക്കണം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 15-20 മിനിറ്റ് അടച്ചു വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പാലടയ്ക്കുള്ള പാല് വേവിച്ചെടുക്കാം. അതിനായിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു കുക്കറിൽ 3/4 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് വെള്ളവും പിന്നെ ഒരു 100 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല മധുരം വേണ്ടവർക്ക് അതിൽ കൂടുതലിടാം. അത് വിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുക്കറിലിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് വന്ന ശേഷം കുക്കർ അടച്ചു വെച്ച് സിമ്മിലിട്ട് ഒരു 30 മിനിറ്റ് നമുക്കിത് വേവിക്കാം. ഇനി നമുക്ക് ബോളിക്കുള്ള ഒരു മാവ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിനേക്കാൾ ഒരിത്തിരി കൂടി ലൂസായിരിക്കണം. ഇതുപോലെ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2-3 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ഈ മാവിനെ അതിലൊന്ന് മുക്കി വയ്ക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇത്രയും ആയപ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ വെന്ത് റെഡിയായിട്ടുണ്ട്. പരിപ്പ് ഇത്രയേ വേഗമുള്ളൂ, ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്. ഇനി ഈ പരിപ്പിലെ വെള്ളമൊക്കെ നമുക്ക് നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കളയണം. ഇനി വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയ ഈ പരിപ്പിനെ നമുക്കൊരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് പരിപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പഞ്ചസാര മെൽറ്റ് ആകുമ്പോൾ ഇത് ഇച്ചിരി വാട്ടറി ആവും. കുറച്ച് സമയം ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങും. മുഴുവനായും വറ്റേണ്ട ആവശ്യമില്ല. ഇത്തിരി കുഴഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ മാറി അത് കട്ടയാവും. അതൊന്ന് കുഴഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജാതിക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. നമ്മുടെ പാലടയ്ക്കുള്ള പാലൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രഷറൊക്കെ റിലീസായി. ഇപ്പോൾ നല്ല പിങ്ക് കളറ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ അട വേവിക്കാനായിട്ട് വെച്ചിരുന്നു. ആ അടയൊക്കെ വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറിയ ഫ്ലെയിമിൽ കിടന്ന് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇനി നമ്മൾ പാലടയിലേക്ക് ഒന്നും വേറെ ചേർക്കുന്നില്ല. ഏലക്കാപ്പൊടിയോ മിൽക്ക് മെയ്ഡോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഒരു 15-20 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇത് നന്നായി തിളച്ചൊന്ന് കുറുകി വരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാലട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോളിയുടെ ബാക്കി കാര്യങ്ങളും കൂടി ചെയ്താൽ മതി. അപ്പം നമ്മുടെ കടലപ്പരിപ്പൊക്കെ ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനിവിടെ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് 2-3 പ്രാവശ്യമായിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇത് അരയ്ക്കുമ്പോൾ മാക്സിമം തരിയില്ലാതെ അരയ്ക്കാൻ ശ്രമിക്കണം. ഇനി കയ്യിൽ അല്പം നല്ലെണ്ണ തടവി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ നമുക്ക് ഉരുളയാക്കി വെക്കാം. ഇപ്പോഴത്തേക്ക് നമ്മുടെ മാവ് റെസ്റ്റൊക്കെ എടുത്ത് നല്ല റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കടലപ്പരിപ്പ് ഉരുട്ടിയതിനേക്കാൾ ചെറിയ ഉരുളകളെടുത്ത് കയ്യിലിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. കയ്യിലിട്ടിങ്ങനെ കനം കുറച്ച് പരത്തിയ ശേഷം അതിലേക്ക് കടലമാവിൻ്റെ ഒരു ഉരുള എടുത്ത് വെച്ച് അതിനെ നന്നായിട്ട് റാപ്പ് ചെയ്ത് കൂടുതലായിട്ട് വരുന്ന മാവിനെ ഇങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി കൈകൊണ്ടൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് പരത്തിയ ശേഷം കുറച്ച് അരിപ്പൊടി തൂവി അതിൻ്റെ മുകളിലേക്ക് ഈ മാവ് വെച്ച് വീണ്ടും കുറച്ച് അരിപ്പൊടി കൂടി തൂവി കൊടുത്ത് പതുക്കെ ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല ഈ ബോളി ഉണ്ടാക്കുന്നതിൽ. ഷേപ്പൊന്നും കറക്റ്റായിട്ട് വരണമെന്നൊന്നുമില്ല, പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബോളി ഉണ്ടാക്കാൻ പറ്റും. വളരെ സോഫ്റ്റായിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. കുറച്ചൊക്കെ ഫില്ലിങ്ങിന് വെളിയിലേക്ക് വന്നെന്ന് വിചാരിച്ചും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, കുഴപ്പമില്ല. പിന്നെ പരത്തി കഴിഞ്ഞ് ഇതിൻ്റെ 2 വശത്തും എക്സസ് ആയിട്ട് കുറച്ച് അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പതുക്കെ ഒന്ന് തട്ടിക്കളയാം. ഇനി ചൂടായ തവയിലേക്ക് ഈ ബോളിയിട്ട്
രണ്ട് പുറവും അല്പം നെയ്യൊക്കെ പുരട്ടി ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിലിട്ടൊന്നും കുക്ക് ചെയ്യരുത്, ചെറിയ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഇത് നന്നായിട്ട് മുരിച്ചെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ചിലരിത് ഫില്ലിങ് റെഡിയാക്കുമ്പോൾ തന്നെ നെയ്യൊഴിച്ചൊക്കെ റെഡിയാക്കാറുണ്ട്. ഞാനിവിടെ ജസ്റ്റ് ഇതിൻ്റെ പുറത്ത് മാത്രം പുരട്ടിട്ടേ ഉള്ളൂ. നമ്മളിതിൽ കളറുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല. മിക്കവരും ഇതിനകത്ത് കളറൊക്കെ ചേർക്കാറുണ്ട്, ഞാനിവിടെ കളറൊന്നും യൂസ് ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മൾ മാവ് കുഴച്ചപ്പോൾ ഇട്ട ഒരു ഇത്തിരി മഞ്ഞപ്പൊടി മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഒരുവിധം നല്ല യെല്ലോ കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ബോൾ എപ്പോഴും ഹാൻഡിൽ ചെയ്യുന്ന വളരെ കെയർഫുള്ളായിട്ട് വേണം, ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോവും. മറിച്ചിടുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ നമ്മുടെ പിങ്ക് പാലട റെഡി ആയിട്ടുണ്ട്. ക്യാമറയിൽ എത്രത്തോളം അതിൻ്റെ കളർ വരുന്നതെന്ന് എനിക്കറിയില്ല, നല്ല പിങ്ക് കളറാണ്. ഇത് നമ്മൾ അടുത്ത് നിന്ന് എപ്പോഴും ഇളക്കി കൊടുത്തൊന്നും സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്രാവശ്യം ഓണത്തിന് നിങ്ങൾ ഏതായാലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനൊപ്പം കഴിക്കാനുള്ള ബോളിയും റെഡിയായി കഴിഞ്ഞു. ഇത് നല്ല സോഫ്റ്റ് ബോളിയാണ്, തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകും, കണ്ടോ. ഇനി ഒരു ബോളി എടുത്ത് അതിലേക്ക് കുറച്ച് പാലടയും ഒഴിച്ച് ഒരു പഴവും കൂടി കൂട്ടി അങ്ങോട്ട് കഴിക്കണം. എന്താ സുഖം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണസദ്യയിൽ ഈ പാലടയും ബോളിയും കൂടി ഉൾപ്പെടുത്തിക്കോളൂ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങളും ഉണ്ടാക്കി നോക്കൂ ഇതുപോലൊരു പാലടയും ബോളിയും.